വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷാർപ്പ് സ്റ്റൈലിൽ നല്ല മുളകിട്ട് പെർഫെക്റ്റ് പുളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടലുകളില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ചളിയും എന്താ പറയുക വെള്ളിയൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൊല്ലമുളകും നല്ല പച്ച മല്ലിയും കൂടി കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അപ്പോഴത്തേ നമ്മുടെ മല്ലിയും മുളകും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു റെഡിഷ് കളറൊക്കെ ഇല്ലേ, ആ ഒരു കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പതേ നമ്മുടെ ഉള്ളി തക്കാളി നല്ലപോലെ എന്താ പറയാ എണ്ണയിലിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ചൂടാറിയ ശേഷം ഈ ഉള്ളിയും തക്കാളിയും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മുളകും മല്ലിയും കൂടി ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മെയിൻ കലാപരിപാടികളിലേക്ക് കടന്നു വരാം. അപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഇടുന്നുണ്ട്. കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മീൻകറി ഉണ്ടാക്കിയ കിടിലൻ രുചി തന്നെയായിരിക്കും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുളിവെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫൈനൽ ഡെക്കറേഷൻ പരിപാടിയിലേക്കാണ്. ഇനി വലിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇനി പട്ടപ്പട്ടയുന്ന കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫൈനലി അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ തന്നെ ഈസ്റ്റേണിന്റെ ഫിഷ് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ മുളക് പൊടിയും മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടിയുള്ള ആ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ചുകാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മസാല കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ പുളിവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പാകത്തിനുള്ള വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ സംഗതി നമ്മൾ ഇട്ടിട്ടും ഒരു സാധനം ഇടാൻ നമ്മൾ മറന്നുപോയായിരുന്നു, ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരമായ ചൂരമീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പൊ ദേ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേപ്പില ഇല്ലാത്ത എന്ത് മീൻകറിയല്ലേ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഓഫ് ചെയ്തല്ല, ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. 1 മണിക്കൂർ 2 മണിക്കൂർ തലേ ദിവസം അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ ഷാർപ്പ് സ്റ്റൈൽ എന്താ പറയുക, നല്ല മുളകും പുളിയും ഒക്കെ കൂടിയ മീൻകറി റെഡിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ഇതിൽ കുറേ സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ, ഇത് എന്തൊക്കെയാണെന്നൊക്കെ തോന്നും. പക്ഷേ ഫൈനൽ റിസൾട്ട് കിടിലും കിടുക്കാഴ്ചയായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിൽ നല്ല തിക്കായിട്ടൊക്കെ ഒരു കുറുകിയ ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ